السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിപാവനമായ മസ്ജിദിൽ നമ്മെ സംഗമിപ്പിച്ചതുപോലെ അവന്റെ അവർണ്ണനീയമായ അതുല്യമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സംഗമിപ്പിക്കുമാറാകട്ടെ. മൺമറഞ്ഞു പോയി ബർസഖി ലോകത്തിൽ കഴിയുന്ന നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു അത് വീട്ടാനുള്ള മാർഗങ്ങളെ തുറന്നു കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധക്കെടുതികൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകിയ ആഫിയത്തിനെയും നിഅമത്തിനെയും അല്ലാഹു തിരിച്ചെടുക്കാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മെയ് 1 ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ, തൊഴിലാളി ദിനം. തൊഴിലാളികളെ കുറിച്ചും മുതലാളികളെ കുറിച്ചും കൃത്യമായ വളരെ സാരസമ്പൂർണമായ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന മതമാണ് ഇസ്ലാം. മുതലാളിയും തൊഴിലാളിയും എങ്ങനെയാണ് അവന്റെ ജീവിതത്തെ നയിക്കേണ്ടത് എന്നും അവര് തൊഴിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൊഴിലുടമ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി ഈ ഉമ്മത്തിന് അതിനുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളും നമ്മെ പഠിപ്പിച്ചു നൽകി. അത് തങ്ങളുടെ വാക്കുകൊണ്ട് മാത്രമായിരുന്നില്ല, തങ്ങളുടെ പ്രവർത്തനം കൊണ്ടും ജീവിതം കൊണ്ടും സഹാബത്തിലൂടെ അത് നബിതങ്ങളെ ഈ ദുനിയാവിലേക്ക് പകർന്നു നൽകി, ഈ ഉമ്മത്തിലേക്ക് പകർന്നു നൽകി. 1925 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു അഭിഭാഷകൻ ഉണ്ടായിരുന്നു, ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു കേസ് വന്നു, കുടുംബ പ്രശ്നമാണ്. കേസ് വന്നപ്പോൾ അതിന്റെ രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കുമ്പോൾ പേർഷ്യൻ ഭാഷയാണ്. ആ അഭിഭാഷകന് പേർഷ്യൻ ഭാഷ അറിയില്ല. അപ്പോൾ ഇതറിയാവുന്ന ഒരാളെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചത് ഇംഗ്ലീഷിലേക്ക് അത് രൂപമാറ്റം ചെയ്യണം. അതിന് പേർഷ്യൻ ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളായിരിക്കണം. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ സുപരിചിതനായ ഒരു മുസ്ലിം നേതാവാണ് അദ്ദേഹം.
അദ്ദേഹം പല ഭാഷകളിലും വളരെ ആഴത്തിൽ പഠിച്ചിരുന്ന ഒരു മികച്ച ഭാഷാ പണ്ഡിതനും കൂടെയാണ്. മൗലാന അല്ലാമ ഇഖ്ബാൽ സാഹിബാണ്. അദ്ദേഹം വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ആ കേസ്, അതിന്റെ രേഖകൾ പേർഷ്യൻ ഭാഷയിൽ നിന്ന് മാറ്റി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നു. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ലാഹോറിൽ നിന്ന് അദ്ദേഹം വരികയാണ്. വന്നു, കണ്ടുമുട്ടി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് കൂലി നിശ്ചയിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂലി ചെയ്യുന്നതിനുള്ള വേതനം എന്ന് പറയുന്നത് അന്നത്തെ കാലമാണ് 1000 രൂപ. 1000 രൂപ കൂലി നിശ്ചയിച്ചു. ഒരുപാട് രേഖകളുണ്ട്, അതെല്ലാം മൊഴിമാറ്റം ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ രേഖകളെല്ലാം ഏൽപ്പിച്ചു. നിങ്ങൾ ദിവസമെടുത്ത് മെല്ലെ പയ്യെ ചെയ്താൽ മതി എന്ന് അദ്ദേഹത്തോട് അല്ലാമ ഇഖ്ബാലിനോട് പറയുകയുണ്ടായി. അല്ലാമ ഇഖ്ബാലെ ആ രേഖകളെല്ലാം സ്വീകരിച്ച് അദ്ദേഹം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ദിവസങ്ങൾ വേണമെങ്കിൽ എടുത്ത് ചെയ്യാവുന്ന ആ പണി ഓരോ ദിവസവും ചെയ്യുമ്പോഴും വൈകുന്നേരം തന്നെ കൂലി നിശ്ചയിക്കുകയും അദ്ദേഹത്തിന് കൂലി വൈകുന്നേരത്തിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. പക്ഷെ അദ്ദേഹം ആ രേഖകളെല്ലാം അന്ന് രാത്രിയോടുകൂടി പൂർത്തിയാക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ അഭിഭാഷകന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വേണമെങ്കിൽ ഇത് ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം നീട്ടിക്കൊണ്ടുപോയി ഓരോ ദിവസവും 1000 രൂപ വീതം നിങ്ങൾക്ക് സമ്പാദിക്കാമായിരുന്നിട്ടും എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഇത് തീർത്തു നൽകി, കാരണം എന്താണ്? അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, എനിക്ക് നൽകിയ ഈ പണി നൽകിയ ആളോടുള്ള ഒരു ബാധ്യതയാണ്. ഇതെന്നിൽ നിന്നുണ്ടായ ഒരു കാര്യമല്ല. ഞാൻ പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനാണ്. നാം പിന്തുടരുന്ന ജീവിതം ഒരിക്കൽ പോലും അഴിമതിയോ അല്ലെങ്കിൽ അക്രമമോ കാണിക്കാത്ത ഒരു കാരുണ്യത്തിന്റെ നേതാവിന്റെ ജീവിതമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് ഞാൻ പകർത്തുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് തീർക്കാവുന്ന ഈ പണി എനിക്ക് കേവലം പൈസയ്ക്ക് വേണ്ടി, ഞാൻ എൻ്റെ നേട്ടത്തിന് മാത്രം അത് നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ വേതനം മേടിച്ചാൽ അതെനിക്ക് ഹലാലാവില്ല, അത് ഹറാമിന്റെ സമ്പത്തായി മാറും. ഇതാണ് അദ്ദേഹം കൊടുത്ത മറുപടി. എത്രയും വേഗം പണി പൂർത്തീകരിച്ചു അദ്ദേഹം ആ സമ്പാദ്യത്തെ ഹലാലാക്കി അദ്ദേഹം അന്ന് തന്നെ തീർത്തു കൊടുക്കുകയും അദ്ദേഹം നൽകിയ ആ സമ്പത്ത് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅ നിങ്ങൾക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നിങ്ങൾക്ക് സുപരിചിതമായ ആയത്താണ്. പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി അടുക്കണമെന്നാണ് പറയുന്നത്. ആ ആയത്ത് കഴിഞ്ഞിട്ട് ഉടനെ അള്ളാഹു ഒരായത്ത് കൂടി പറയുന്നുണ്ട്. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരമെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യം തേടാനായി, അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക് തേടാനായി നിങ്ങൾ പോകണം. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അള്ളാഹു പറയുന്നത് എന്താണ്? ഞാൻ ഈ ദുനിയാവിൽ ഓഹരിച്ച് നൽകിയിരിക്കുന്ന സമ്പാദ്യത്തെ തേടാൻ അള്ളാഹു നിങ്ങളോട് ഉത്തരവിറക്കുന്നതാണ്. അള്ളാഹു തൊഴിൽ ചെയ്യാൻ ജനങ്ങളോട് പറയുന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യം തേടാനായി നിങ്ങൾ പോകണം, അവന്റെ ഫദ്ല് തേടാനായി നിങ്ങൾ പോകണം. തൊഴിൽ ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ അഖല അഹദുൻ തആമൻ ഖത്തു. ഒരു മനുഷ്യനും ഒരു ഭക്ഷണവും ഭക്ഷിക്കുന്നില്ല. അവൻ കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായത് ഖൈറൻ മിൻ അയ്യഅകുല മിൻ അമലി യദി, അവന്റെ കൈകൾ കൊണ്ട് അവൻ തേടിയ ഭക്ഷണമല്ലാത്ത മറ്റൊരു ഭക്ഷണവും അവൻ ഖൈറായി കഴിച്ചിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തമായി കൈകൊണ്ട് തേടുന്ന അന്നം
അവൻ ജീവിതത്തിൽ കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ പലരും പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജുമുഅക്ക് വന്നവരുമാണ്, അല്ലെങ്കിൽ ഇന്ന് പണിക്ക് പോകാതെ ജുമുഅക്ക് വേണ്ടി തയ്യാറാകാനായ പണിയെ മാറ്റിവെച്ചവരായിരിക്കും. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ അങ്ങനെ തേടുന്ന അന്നം വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അത് ഹലാലാകും. മാത്രമല്ല, നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം നിങ്ങൾ കൈകൊണ്ട് സമ്പാദിക്കുന്ന ഭക്ഷണം മാത്രമാണ്. ആരെയും പറ്റിച്ചോ അല്ലെങ്കിൽ വഞ്ചിച്ചോ അമാനത്തിനെ അതിൽ വഞ്ചന കാണിച്ചോ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹറാമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളുടെ വിയർപ്പിനെ ഇറ്റിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭൂലോകത്തിൽ എന്തെല്ലാം പണിയെടുക്കുന്നോ അതെല്ലാം ഹലാലാണ്. അതാണ് ഏറ്റവും നല്ല സമ്പാദ്യവും ഏറ്റവും നല്ല ഭക്ഷണമെന്ന് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലെടുത്ത് ജീവിക്കാൻ പരിശുദ്ധ ഖുർആനും അതുപോലെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. നബിതങ്ങളുടെ അടുക്കലൂടെയും സഹാബത്തിന്റെ അടുക്കലൂടെയും ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ മനുഷ്യൻ നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്, നല്ല ആരോഗ്യമുള്ള ഒരാൾ. അപ്പൊ സഹാബത്ത് നബിതങ്ങളുടെ അടുക്കലിരുന്ന് ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ ആരോഗ്യമുള്ള മനുഷ്യനെ നമുക്ക് ജിഹാദിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ലഭിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം വന്നിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അദ്ദേഹത്തിന് എന്തുമാത്രം കൂലി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമായിരുന്നു എന്ന് സഹാബത്ത് ആരോഗ്യമുള്ള മനുഷ്യനെ നോക്കി പറയുമ്പോ ഹബീബായ തങ്ങള സഹാബത്തിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി അന്നം തേടാനാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആഹാരം കൊടുക്കാനാണ്, സമ്പാദ്യം നേടാനാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിനും ജിഹാദിന്റെ കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പോകുന്നത് അത് ജിഹാദിന്റെ കൂലി ലഭിക്കുന്ന കാര്യമാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലൊക്കെ പുറപ്പെടുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിനോട് തുലനമാക്കി ഹബീബായ തങ്ങൾ തൊഴിൽ ചെയ്യാൻ പോകുന്ന ആളെ കുറിച്ച് പറയുന്നു. ഒരു ദിവസം ഒരു സംഘം നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ആ സംഘത്തിൽ നിന്ന് എല്ലാവരും നബിതങ്ങളെ മുസാഫഹത്ത് ചെയ്യുകയാണ്, കൈ കൊടുക്കുകയാണ്. കൈ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ അങ്ങോട്ട് മാറി നിൽക്കുന്നു. എന്തേ നീ മാറി നിൽക്കുന്നത് എന്ന് ആ മനുഷ്യനോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൈകൾ പരുക്കമായത് കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്ന് അദ്ദേഹം മറുപടി നൽകി. ഹബീബായ തങ്ങൾ ആ കയ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കൈ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന കൈയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൈയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചുംബിച്ചു വന്നും ഹദീസുകളിൽ കാണാം. അത് ആർക്ക് ലഭിച്ച ചുംബനമാണ്? കൈകൊണ്ട് ആരെല്ലാം തൊഴിൽ ചെയ്യുന്നോ അവർക്കെല്ലാം ഉള്ള ചുംബനമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഴമ്പുള്ള കൈ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെട്ട കൈയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൊഴിൽ ചെയ്യുമ്പോ ആ തൊഴിലിന് ഏത് തൊഴിലാകട്ടെ അതിനെല്ലാം ഒരു മാന്യത ഉണ്ട്. ഇന്ന തൊഴിലല്ല എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കുകയല്ല വേണ്ടത്. സ്വന്തമായി അന്നം തേടുന്നത് പരിശുദ്ധ ഖുർആനും അതുപോലെ ഹബീബായ തങ്ങളും പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പടയങ്കി ഉണ്ടാക്കി അതിനെ വിറ്റ് അദ്ദേഹത്തിന്റെ തൊഴിലിൽ നിന്ന് സമ്പാദ്യം കണ്ടെത്തി. പ്രവാചകനാണ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ നമ്മുടെ ഇമാമാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം തൊഴിൽ ചെയ്ത് ജീവിച്ചു. അദ്ദേഹം വസ്ത്ര വ്യാപാരിയായിരുന്നു. ഇങ്ങനെയാണ് ഓരോരുത്തരും. മഹാരഥന്മാരായ സഹാബാക്കളും ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ ഒരു ഗ്രാമീണനായ സഹാബി ചന്തയിൽ വേർത്ത് കുളിച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ മാറിപ്പോകും, കാരണം അത്ര വിരൂപിയായ ഒരു സഹാബി. വേർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെ പുറകിൽ നിന്ന് വന്നൊരാൾ വാരി പുണർന്ന് കെട്ടിപ്പിടിക്കുന്നു. ആരും തന്നെ ഇങ്ങനെ ചെയ്യാറില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ആരും മിണ്ടുന്നില്ല, എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ച ആളെ നോക്കി എല്ലാ സഹാബത്തും ചിരിക്കുന്നുണ്ട്.
അദ്ദേഹത്തിന് മനസ്സിലായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കുമെന്ന്. അത് തന്നെയായിരുന്നു. വേറെപ്പിൽ മുങ്ങിക്കുളിച്ചു നിന്നയാളെ നമ്മൾ ചിലപ്പോൾ അകറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെ അകറ്റരുത്, അവരെയും ചേർത്ത് പിടിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളിക്കും മുതലാളിക്കും അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധ ഇസ്ലാം. പല സംഘടനകളും പല പാർട്ടികളും ഉണ്ട്. അവർ ചിലപ്പോ ഒരാൾക്ക് വേണ്ടി മാത്രമായിരിക്കും ശബ്ദിക്കുന്നത്, പക്ഷെ ഈ മതം ശബ്ദിക്കുന്നത് തൊഴിലാളിക്കും മുതലാളികൾക്കും വേണ്ടിയാണ്. അങ്ങനെയാണ് ഖിയാമത്ത് നാൾ വരെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അവകാശവും ആ അവകാശങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പഠിപ്പിച്ചു നൽകിയത് മുഗളന്മാരാണ്, മുഗൾ ചക്രവർത്തിമാർ. അവർ ഭരിച്ചിരുന്ന കാലം അത്രയും തൊഴിലാളികളുടെ ഒരു സംഘടനം ഇന്ത്യയിൽ നടന്നിട്ടില്ല. കാരണം ഇന്നിന്ന അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് ആ മുഗളന്മാർ പഠിപ്പിച്ചു കൊടുത്തു. അവര് ചക്രവർത്തിയായി കയറിയിരുന്നില്ല, അവരും ജോലികൾ ചെയ്തു. ഔറം ഗസീബ് എന്ന് പറയുന്ന മഹാനുണ്ടായിരുന്നു, മുഗൾ ചക്രവർത്തിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജോലി തൊപ്പി തുന്നലാണ്. അദ്ദേഹം ജോലി ചെയ്തിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൊഴിലാളി അറിയണം അവന്റെ മഹത്വം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വല്ലാതെ പരിഗണിച്ചു അവരെ. ഒരാളെ തൊഴിലിനായി ഒരു വേലയ്ക്കായി വിളിച്ചാൽ അദ്ദേഹത്തിന് 2 നിയമങ്ങൾ ഹബീബായ തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിയമങ്ങൾ പാസാക്കി. 2 നിയമങ്ങൾ. വിളിക്കുന്നയാളെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെല്ലാം അവകാശങ്ങളുണ്ട് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരാളെ നിങ്ങൾ തൊഴിലിനായി വിളിച്ചാൽ ആദ്യം അദ്ദേഹത്തിന്റെ കൂലി നിങ്ങൾ നിർണ്ണയിക്കണം, എന്നിട്ട് പണിക്ക് വിളിക്കാവൂ. ഇന്ന കൂലി വൈകുന്നേരം ആകുമ്പോ ഇത്ര സമയമാകുമ്പോൾ തരും എന്ന് ആദ്യം പറയണം. ഇതൊരു നിയമമാണ്. രണ്ടാമതായി ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു തൊഴിലാളിയെ തൊഴിലിനായി വിളിച്ചാൽ അവന്റെ പണി അവസാനിക്കുമ്പോ അവന്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പായിട്ട് അവന്റെ കൂലിയെ നൽകണം. ഇതുപോലെ ഏത് നേതാവ് പറയും, അവന്റെ കൂലി അവന്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പായി തന്നെ നൽകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞിരുന്നില്ല. അങ്ങനെ നൽകാത്തവർക്ക് നബിതങ്ങൾ മേടിച്ച് അവരുടെ അവകാശങ്ങൾ മേടിച്ചു കൊടുത്തു. മക്കയിലെ കാലഘട്ടം അറിയാം. മക്കയിലെ പ്രമാണി, മക്കയിലെ രാജാവ് എന്ന് പറഞ്ഞു നടന്നിരുന്ന അബൂജഹൽ ഒരിക്കലും ഒരു ഒട്ടകം ഒരു വിദേശിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. മക്കയിലുള്ള ആളല്ല. മേടിച്ചിട്ട് അതിനുള്ള പണം അദ്ദേഹം നൽകിയില്ല. ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ പല ആളുകളുടെ അടുക്കലേക്കും പോയി. പക്ഷെ അബൂജഹലിന്റെ കയ്യിലാണ് അങ്ങനെ അതിക്രമം ഉള്ളത്. അതിക്രമം കാണിച്ചിരിക്കുന്ന മനുഷ്യൻ അബൂജഹലാണ്. എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ കഅബയുടെ പരിസരത്തേക്ക് വന്ന് അതിന്റെ അടുത്തിരിക്കുന്ന പ്രമാണിമാരെ അദ്ദേഹം പോയി കണ്ടു. എന്റെ കയ്യിൽ നിന്ന് ഒട്ടകം മേടിച്ചിട്ട് എനിക്ക് പൈസ കിട്ടിയില്ല, അതിന്റെ പണം നൽകിയില്ല എന്ന് അദ്ദേഹം അവരോട് പരാതി പറഞ്ഞു. ആ പ്രമാണിമാര്, നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കിലേക്ക് പോവുക, ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമ്പാദ്യം ലഭിക്കുമെന്ന് ആ പ്രമാണിമാർ അദ്ദേഹത്തോട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ പ്രമാണിമാർക്കറിയാം അബൂജഹലിനോട് മുഹമ്മദ് പറയുന്നതൊന്നും അബൂജഹൽ കേൾക്കില്ല. ഒരു സീനുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് ആ മനുഷ്യൻ പോകുന്നു. ആ മനുഷ്യൻ പോയി പറഞ്ഞു, കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. തങ്ങൾ പറഞ്ഞു, ഞാൻ മേടിച്ചു നൽകാം. അബൂജഹലിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നുപോയി. കൈപിടിച്ച് നടന്ന് ഗൗരവ സ്വരത്തിൽ തന്നെ അബൂജഹലിനെ വിളിക്കുകയാണ്. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒട്ടകം മേടിച്ചിരുന്നോ? അബൂജഹൽ പറഞ്ഞു, മേടിച്ചു. പണം കൊടുത്തോ? നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം പണം കൊടുത്തോ മേടിച്ചതിന് പകരം? ഇല്ല. എങ്കിൽ കൊടുക്കണം. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം സമ്പാദ്യം കൊടുത്ത്
അവകാശങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തെ മേടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ അവകാശം നബിതങ്ങൾ തന്നെ അവിടെ നിർവഹിച്ചു കൊടുക്കുകയാണ്. തൊഴിലാളിക്കും അവകാശമുണ്ട്, മുതലാളിക്കും അവകാശമുണ്ട്. പിന്നീട് ഒരാളുടെ കീഴിൽ പണിയെടുക്കാനായി പോയി, അദ്ദേഹത്തെ ഒരിക്കലും വഞ്ചിക്കുന്ന പണി കാണിക്കരുത്. ഏതൊരു ടൈമാണോ പറഞ്ഞത് ആ ടൈമിനുള്ളിൽ തന്നെ ആ പണി തീർക്കുന്ന ഒരു മാനദണ്ഡം ആ തൊഴിലാളി സ്വീകരിക്കണം. അദ്ദേഹം എന്തൊക്കെയാണോ നിന്നെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ അതെല്ലാം ചെയ്യണം. ഒരിക്കലും തൊഴിലാളിമാരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് തൊഴിൽ ചെയ്യാനായി ഒരാളുണ്ടായിരുന്നു. ഒരിക്കൽ സഹാബത്ത് കയറി വരുമ്പോ ജോലി ചെയ്യുന്ന സൽമാനെ കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്കൊരു വേലക്കാരനില്ലേ, തൊഴിൽ ചെയ്യുന്ന ഒരാളില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കുണ്ട്, പക്ഷെ അദ്ദേഹം മറ്റൊരു ജോലിയിലാണ്. എല്ലാം കൂടെ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെതിരാണ്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തെ സഹായിക്കുകയാണ്. ഇതാണ് അവകാശങ്ങളും, ഇതാണ് നാം സ്വീകരിക്കേണ്ട നിലപാടും. ഒരാളെ ഒരു തൊഴിലിന് വേണ്ടി വിളിച്ചാൽ അദ്ദേഹത്തെ സഹായിക്കണം. അദ്ദേഹത്തിന്റെ മേൽ ഭാരമായ വസ്തുക്കളെ ഒന്നും വെച്ചു കൊടുക്കരുത്, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം തൊഴിലാളിക്കും മുതലാളിക്കും നൽകുന്ന അവകാശങ്ങളെ പറ്റി കൃത്യമായി പഠിപ്പിച്ചു നൽകുകയാണ്. അവസാനമായി ഞാൻ പറയുകയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഫലസ്തീനിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് വേണ്ടി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഉൾക്കൊള്ളിക്കാനായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. ചർച്ചയ്ക്ക് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മുകളിൽ തന്റെ ഭൃത്യനും അതുപോലെ അദ്ദേഹത്തിനും കയറാൻ അദ്ദേഹം തന്നെ ഊഴം നിശ്ചയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജോലിക്കാരനാണ്. ഫലസ്തീനിലേക്ക് അടുക്കുന്ന സമയമാകുമ്പോ, അതിന്റെ അടുക്കലേക്ക് എത്താറാകുമ്പോ ഭൃത്യന്റെ കയ്യിലാണ് ഒട്ടകത്തിന്റെ മുകളിൽ കയറുന്ന ഊഴം വന്നത്. വേണമെങ്കിൽ ഞാനാണ് നിന്നെ സേവിക്കുന്നത്, ഞാനാണ് നിന്നെ നയിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഖലീഫ, ഞാനാണ് പ്രതിനിധി എന്ന് പറഞ്ഞു വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഊഴത്തെ മാറ്റാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പരിഗണിച്ചു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് എല്ലാ ജോലിക്കും ഒരു പവിത്രതയും ഒരു ബറക്കത്തും ഹബീബായ തങ്ങള് നമ്മെ പഠിപ്പിച്ചു നൽകി. ഒരിക്കലും മുതലാളിയെ വഞ്ചിക്കാൻ പാടില്ല. ചില ആളുകൾ ഗൾഫിലേക്ക് പോകും. ഗൾഫിലേക്ക് പോയി കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരികെ എത്തുമ്പോൾ ഒരുപാട് പണവും സമ്പാദിച്ചു കൊണ്ടുവരും. വഞ്ചിക്കുന്നതിന്റെ കാര്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു ചൊല്ലായിട്ട് പറയും, അറബിയെ എത്തീങ്ങാനയിൽ ചേർത്തിട്ടാണ് അദ്ദേഹം വന്നത് എന്ന്. ഏറ്റവും വലിയ മോശമായ വഞ്ചനയുടെ വഴിയാണത്. ഗൾഫിലേക്ക് പണ്ടുള്ള ആളുകൾ പോയിട്ട് ഒരുപാട് ആളുകൾ പരിചയത്തിൽ പോലും നമ്മുടേത് കാണും. അവൻ അറബിയുടേത് പറ്റിച്ച് അറബി എത്തീങ്ങാനയിൽ ചേർത്തിട്ട് വന്ന പൈസയാണ് അവനിപ്പോ സുഖിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലരും പറയാറുണ്ട്. അത് വാസ്തവമാണ്, ചിലരങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അതൊന്നും ഹലാലിന്റെ മാർഗമല്ല, പച്ച ഹറാമാണ്. ദുനിയാവിൽ അത് വെച്ചവൻ സുഖിച്ച് ജീവിക്കുമായിരിക്കും, പക്ഷേ നാളെ ആഖിറത്തിൽ പടച്ചറപ്പിന്റെ മുന്നിൽ അള്ളാഹു കോപിഷ്ഠനാകുന്ന ഒരു വിഭാഗമാണ് അങ്ങനെയുള്ള ആളുകൾ. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു നാളെ എതിരാകുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്ന് പറയുന്നത്, തൊഴിലാളി അദ്ദേഹം മുതലാളിയെ വഞ്ചിക്കുന്ന പണി കാണിച്ചാൽ, ഒരാൾക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നു, അമാനത്തിൽ വീഴ്ച വരുത്തിയ ആൾ നാളെ ആഖിറത്തിൽ അവരോട് എതിരായിരിക്കുമെന്ന് അള്ളാഹു തന്നെ പറയുന്നതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെയൊക്കെ തൊഴിലിൽ പടച്ചറപ്പ് ഏത് തൊഴിലാണെങ്കിലും അതിനൊന്നും നിസാരമായി കാണാതെ എല്ലാവരെയും പരിഗണിക്കുക. കാരണം വിശുദ്ധ ഇസ്ലാം അതാണല്ലോ. നിങ്ങളിപ്പോ നിസ്കാരത്തിന് വേണ്ടി ഒന്നാമത്തെ സഫിലേക്ക് കയറി നിൽക്കും. ഒന്നാമത്തെ സഫിൽ മുതലാളിമാരെ നിൽക്കാമോ എന്ന് ഈ പള്ളിയുടെ ഉള്ളിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല. അത് ഏത് പള്ളിയിൽ കയറിയാലും അങ്ങനെ തന്നെ. വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്.
എൻ്റെ അടുത്ത് നിൽക്കുന്നത് കറുത്തവനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ട മതമാണ്, ഒരുപോലെ കണ്ട മതത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് ഈ വിശുദ്ധ ഇസ്ലാം. അള്ളാഹു നമ്മുടെ ഉപജീവന മാർഗത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുതലാളിമാരും വേണം, തൊഴിലാളിമാരും വേണം ഈ സമൂഹത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ചില ആളുകൾ മുതലാളിമാരെ തള്ളിപ്പറയും. ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ പണം തേടി പോകുന്നത് ആരുടെ അടുക്കലേക്കായിരിക്കും? നാട്ടിലെ സമ്പന്നന്മാരുടെ അടുക്കലേക്കായിരിക്കും. അവരെ തേടി പോകുമ്പോൾ അവരെ നിരാശരാക്കാത്ത ഒരു തുകയും നൽകി വിടും. നമ്മുടെ നാട്ടിലൊരു പള്ളി പണിയുന്നു, പാവപ്പെട്ടവന്റെ കയ്യിൽ കുറച്ചേ കാണൂ, പക്ഷേ സമ്പന്നന്റെ അടുക്കൽ പോയാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും, അവൻ നൽകുകയും ചെയ്യും. അതുകൊണ്ട് സമ്പന്നന്മാർക്ക് അല്ലാഹു അവരുടെയൊക്കെ ഉപജീവന മാർഗത്തിൽ ബറക്കത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ തൊഴിലിൽ കൂലിപ്പണിക്കാരുണ്ട്, മറ്റുള്ള ജോലികൾ ചെയ്യുന്ന കച്ചവടക്കാരുണ്ട്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാല് മാത്രം സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ.